ഇന്ത്യൻ സിനിമയിലെ അതികായകരിൽ ഒരാളായ ഷാരൂഖ് ഖാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ധനികരാകുന്നതിന് മുമ്പ് ഫിലോസഫി പറയരുത്, അതാരും കേൾക്കില്ല. എന്നാൽ ധനികരായതിനു ശേഷം ഫിലോസഫി പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളിവിടെ ഈ ലോകത്ത് ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോകും. അത് ഫിലോസഫിയാണ്, കേൾക്കാൻ സുഖമാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ധനമില്ലെങ്കിൽ, പണമില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ ആരും നമ്മുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കില്ല. നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും നമുക്കൊരു ബഹുമാനവും ഉണ്ടാവുകയില്ല. ഒരു പണക്കാരൻ എന്ത് ചെയ്താലും ആരും മാനിക്കുന്നില്ല. എന്നാൽ ഒരു ദരിദ്രൻ എന്ത് ചെയ്താലും അത് ആളുകൾ മാനിക്കുന്നുണ്ട്. ഇപ്പോൾ പണക്കാർ മദ്യപിക്കുന്നുണ്ട്, അവർ മദ്യപിക്കുന്നതിന് കമ്പനി കൂടുക എന്ന് പറയും. പക്ഷേ ഒരു സാധാരണക്കാരനെ മദ്യപിക്കുകയാണെങ്കിൽ അവൻ വെള്ളമടിച്ച് കറങ്ങി നടക്കുക എന്ന് പറയും. അപ്പോൾ പണമുള്ളവന് ഒരു അംഗീകാരം സൊസൈറ്റി നൽകുന്നുണ്ട്. എന്തൊക്കെ ഫിലോസഫി പറഞ്ഞാലും ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാലും പക്ഷേ പണത്തിന് ഒരു പ്രധാന ഒരു റോളുണ്ട്, പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ തന്നെ പണത്തിനോട് ഒരു റെസ്പെക്റ്റ് നമുക്കുണ്ടാകണം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ ഏതൊരു കാര്യത്തിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മിസ്മാനേജ് ചെയ്യുന്നത് നമുക്ക് നഷ്ടപ്പെടും. അത് നമ്മുടെ പണമായാലും, നമ്മുടെ ആരോഗ്യമായാലും, നമ്മുടെ പദവിയായാലും, നമ്മുടെ പ്രശസ്തിയായാലും, നമ്മുടെ എന്തുവായാലും, സൗന്ദര്യമായാലും, എന്തുവായാലും, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പായാലും, എന്തിനേയും നമ്മൾ മിസ്മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാനും നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പണത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കാം, വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കാം, പദവികൾക്ക് പ്രാധാന്യം കൊടുക്കാം, എല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ജീവിതം വെറും ഉദ്ദേശരഹിതമായി സൃഷ്ടിക്കപ്പെട്ടതല്ല. നമ്മളെല്ലാവരും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിക്കാം. ആ വിശ്വാസം നമുക്ക് ജീവിക്കാനുള്ള പ്രേരഘടകമാണ്. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങളില്ല, അല്ലെങ്കിൽ ഒരു ഉദ്ദേശമില്ലെങ്കിലാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒന്നും നേടാതെ പോകുന്നത്. അതുകൊണ്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുക, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക, ആ ലക്ഷ്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുക, ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.